അടുക്കളയ്ക്ക് വന്ന് നോക്കുമ്പോണ്ട് തലേ ദിവസത്തെ പത്തിരി ഇരിക്കണു. ചപ്പാത്തിയും പത്തിരിയും ഒക്കെ ഞാൻ അങ്ങനെ മാറ്റി വെച്ചത് കണ്ടപ്പോൾ ഇനിയിപ്പോൾ അത് കളയേണ്ടി വരുമോ എന്ന് വെച്ചിട്ട് ഉമ്മ ബേജാറടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആലോചിച്ചത് പണ്ടൊക്കെ സ്കൂൾ ഇട്ട് വരുമ്പോൾ ഉമ്മ പത്തിരി തൂമിച്ച് തരുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അതൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു കേട്ടോ. ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ അതൊന്നിങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമ്മുടെ പത്തിരി എടുത്തുകൊണ്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. എത്രയും നിങ്ങൾക്ക് ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിക്കോളി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ കത്രിക വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതൊരു 4 പത്തിരിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതെന്നാലും ഇഷ്ടം പോലെ തന്നെയാണ് കേട്ടോ. ഒരാൾക്ക് കഴിക്കാനൊക്കെ അത് മതിയാവും. എന്തായാലും നമ്മുടെ ഉള്ളിയൊക്കെ ഈ ഒരു മൂപ്പ് വരുന്ന സമയം കൊണ്ട് കുറച്ച് കറിവേപ്പിൻ്റെലും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മൂപ്പിച്ചെടുക്കുക. നല്ല മൂപ്പായി നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ പത്തിരി ആയിക്ക് ഇട്ട് കൊടുക്കുക. പത്തിരി മാത്രമല്ല കേട്ടോ, ചപ്പാത്തി ചെയ്താണ്ട് ഇതുപോലെ ചെയ്യുക. എന്തായാലും പത്തിരി ആയിക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഇളക്കി കൊടുത്താൽ മാത്രമല്ല കേട്ടോ, ആ എണ്ണയും ഉള്ളിയും അതേപോലെ എല്ലാം കൂടി നമ്മുടെ ആ പത്തിരിയിലൊന്നും അങ്ങ് പിടിക്കണം. അപ്പോൾ ആ ഒരു രീതിക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള 2 ഐറ്റംസ് ചേർക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ ഐറ്റം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, തേങ്ങ ചിരവിയത് കേട്ടോ. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിങ്ങനെ കഴിക്കാനും ടേസ്റ്റൊക്കെ തന്നെയാണ്. എന്നാലും പണ്ട് ഉമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടാൽ നീന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതും കൂടി ഇട്ടാലല്ലേ ആ പഴയ ടേസ്റ്റ് കിട്ടുള്ളൂ വിചാരിച്ചിട്ട് 1 ടീസ്പൂണ് പഞ്ചസാരയും പാടെ ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ പഞ്ചസാര ആവും ചെയ്യരുത്, ഇച്ചിരി മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇത് ഉണ്ടാക്കിയ പാടി ഞാൻ വേഗം ടേസ്റ്റ് നോക്കിയിട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇഷ്ടമായ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന്